ശബരിമല സ്വർണക്കൊള്ളയില് സുപ്രധാനമായ 2 അറസ്റ്റ് ഇപ്പോൾ നടന്നു. അത് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിന്റെ ഉടമ രമേശ് ഭണ്ഡാരിയെയും ബെല്ലാരിയിലെ ജുവലറി ഉടമ ഗോവർദ്ധനെയും ഇന്ന് SIT അറസ്റ്റ് നടത്തി. SITക്ക് അല്പം കാര്യങ്ങൾ പിടികിട്ടി തുടങ്ങിയെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം പല കണക്കുകളും പല പല താല്പര്യത്തോട് പലരും SIT മുമ്പിൽ പറഞ്ഞു വച്ചിട്ടുണ്ട്. പക്ഷെ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് 1998 വിജയ മല്യ 40 കിലോ 800 ഗ്രാം സ്വർണം അവിടെ കൊണ്ടുവന്നു. അതിൽ അന്ന് എത്ര പതിച്ചു എന്ന് കൃത്യമായിട്ടുള്ള രേഖയുണ്ട്. ആ രേഖ ഇപ്പം കാണാമറയത്താണ്. അത് ഉടനെ SIT കണ്ടെടുക്കും എന്നാണ് കരുതുന്നത്. 40 കിലോ 800 ഗ്രാം 24 കാരറ്റ് സ്വർണം കൊണ്ടുവന്നതില് 30 കിലോയെ പതിച്ചുള്ളൂ എന്നൊരു കണക്കൊക്കെ വെളിയിൽ വരുന്നുണ്ട്. പക്ഷേ 40 കിലോ 800 ഗ്രാം അവിടെ വന്നു. അത് കണ്ടെത്തിയേ കഴിയൂ. ഇവിടെ ഈ കള്ളന്മാർ ചെയ്തതിന്റെ പ്രവൃത്തി ദാരുശില്പത്തില് സ്വർണം പൊതിയുന്നത് 2, 3, 4 തട്ടുകളിലാണ്. അതിനാണ് 10-40 കിലോ സ്വർണം വേണ്ടി വരുന്നത്. 60 ജീവനക്കാരാണ് 98 വിജയമല്യ വന്നപ്പം അവിടെ സ്വർണം പൊതിഞ്ഞത്. 3-4 സ്വർണ്ണ പാളി ചെമ്പിന്റെ ചേർത്തതിന്റെ മുകളിൽ ഒരു പാളിയിലെ സ്വർണം തേച്ച് വെക്കും. അതിന്റെ പുറത്ത് അടുത്ത ചെമ്പിലെ സ്വർണം പാളി വെച്ച് രണ്ടാമത്തെ വെക്കും. വീണ്ടും 3ാമതും 4ാമതും സ്വർണ്ണപ്പാളി വെക്കും. അപ്പം ദാരുശില്പത്തില് 4 സ്വർണ്ണപ്പാളികളുണ്ട്. ഓരോന്നോരോന്ന് അടിച്ചെടുക്കാനാണ് ഓരോ സമയത്ത് പ്രസിഡന്റുമാരും ദേവസ്വം ബോർഡ് അംഗങ്ങളും ശ്രമിക്കുന്നത്. കാരണം അടി 3 ഇരിപ്പുണ്ടല്ലോ. ഈ ദാരുശില്പങ്ങളിലെ പൊതിഞ്ഞിരിക്കുന്ന 4 പാളി സ്വർണം, അതിലൊരു പാളി ഇവിടെ നിന്ന് കടത്തിക്കൊണ്ടു പോയ പകരം ഡ്യൂപ്ലിക്കേറ്റ് പാളി വെക്കും. ഓരോ പാളികൾ കടത്തുമ്പോൾ അതിന് ഡ്യൂപ്ലിക്കേറ്റ് പാളിയാണ് ഇവിടെ കൊണ്ട് വെക്കുന്നത്. അതിലെ സ്വർണം ഉരുക്കി മാറ്റുകയല്ല ചെയ്യുന്നത്. അതിന് ഇന്റർനാഷണൽ മാർക്കറ്റിൽ വലിയ വിലയുള്ളതാണ്. ആ സാധനം ഇന്റർനാഷണൽ മാർക്കറ്റിലേക്ക് പോകും. ശബരിമല അയ്യപ്പന്റെ ദാരുശില്പത്തിൽ പൊതിഞ്ഞ സ്വർണ്ണപ്പാളി, തട്ടായിട്ടുള്ള സ്വർണ്ണപ്പാളി, അത് ഇന്റർനാഷണൽ മാർക്കറ്റിലേക്ക് പോകും. പകരം ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് സാധനം പൊതിഞ്ഞതായിട്ട് വെക്കും. അതിന് ആ സ്വർണത്തിന് മികവില്ല, അതിന് വെളിച്ചക്കുറവ് എന്നൊക്കെ പറയുന്നതിന്റെ കാരണം ഒരു പാളിയിലെ സ്വർണം പതിച്ചു വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പുറത്ത് അടുത്ത പാളിയിലെ സ്വർണം പതിച്ചു വെച്ചാൽ അതിന് പകിട്ടുകൂടും. അതിൻ്റെ സ്വർണത്തിൻ്റെ നമുക്കറിയാം അതിൻ്റെ പൊലിമ കൂടും, അതിൻ്റെ വെളിച്ചം കൂടും സ്വർണത്തിൻ്റെ. അങ്ങനെ 3-4 പാളികൾ സ്വർണം ഒന്നിനു പുറകിൽ ഒന്ന് വെച്ചു കഴിഞ്ഞാൽ വലിയ ശോഭയോടെ ആ ശില്പം പ്രകാശിക്കും, അല്ലെങ്കിൽ ആ ദാരുശില്പം പ്രകാശിക്കും. ഇതാണ് ശബരിമലയിൽ നടന്നത്. ഇങ്ങനെയുള്ളതിൻ്റെ ഓരോന്ന് ദാരുശില്പങ്ങളുടെ ഓരോ പാളിയും അഴിച്ചെടുത്തുകൊണ്ട് പോയി അതേപടി ഇന്റർനാഷണൽ മാർക്കറ്റിലേക്ക് കൊടുത്തിട്ട് അതിന് പകരം ഡ്യൂപ്ലിക്കേറ്റ് സാധനം ഇവിടെ കൊണ്ടുപോയി വെക്കും. എല്ലാ പ്രസിഡന്റുമാർക്കും ഓരോ പാളി മതി ജീവിക്കാനും അവർക്ക് അമിത സ്വത്തുണ്ടാക്കാനും. ഇത് കൃത്യമായി ചെന്നൈയിലെ അവിടെ രമേശ് ഭണ്ഡാരിയുടെ സ്മാർട്ട് ക്രിയേഷനിലെ ഒന്നടിച്ചു മാറ്റും. അത് കൽപേഷ് എന്ന ആൾ മുഖേന അവിടുന്ന് ഒറിജിനൽ സാധനം കൊടുത്തുവിടും. അത് ബെല്ലാരിയിലെത്തും. ബെല്ലാരി ജൂബിലിയിലെ ഗോവർദ്ധന്റെ കയ്യിൽ അതെത്തും. ഇത് കൂടാതെ ഹൈദരാബാദിൽ ഒരു നാഗേഷ് ഉണ്ട്. കൽപേഷ് നാഗേഷിനെ ഇനി കണ്ടെത്തേണ്ടിയിരിക്കുന്നു. സ്മാർട്ട് ക്രിയേഷനിലെ അവിടുത്തെ രമേശ് ഭണ്ഡാരി ഇന്നിപ്പോൾ അറസ്റ്റായി.
ബെല്ലാരിയിലെ ജുവലറിക്കാരനെ ഗോവർദ്ധൻ ഇപ്പൊ അറസ്റ്റായി. ഇനി കൽപേഷിനെയും നാഗേഷിനെയും കൂടെ അറസ്റ്റ് ചെയ്യണം. അതിനുശേഷമാണ് സുപ്രധാനമായ അറസ്റ്റുകൾ വരുന്നതെന്നാണ് ഞാൻ കരുതുന്നത്. ഹൈക്കോടതി ഇന്ന് ചില സംശയങ്ങൾ SITയുടെ പുറത്ത് വച്ചു. അത് ഡിലേ വന്നു എന്നുള്ളൊരു ധാരണ വെച്ചാണെന്ന് എനിക്ക് തോന്നുന്നു കോടതി അത് പറഞ്ഞത്. കാരണം ഒരു കേസിന്റെ അന്വേഷണം, സുപ്രധാനമായ ഈ കേസിന്റെ അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ പല കാര്യത്തിലും തീരുമാനം എടുക്കാനും റെക്കവർ ചെയ്യാനും എവിഡൻസ് കണ്ടെത്തിയിട്ട് വേണം മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കാൻ. അതുകൊണ്ട് ഉണ്ടായ ഒരു താമസമാണ് എന്നാണ് ഞാൻ കരുതുന്നത്. ഹൈക്കോടതി ഇന്ന് ആ കാര്യം എടുത്തു പറഞ്ഞു. അന്വേഷണം മുന്നോട്ട് പോകുന്നില്ല എന്നൊരു തോന്നിയിട്ടുണ്ടാവും. കാരണം ഇപ്പോൾ കണ്ടെടുത്ത അല്ലെങ്കിൽ അവിടുന്ന് ആ സ്വർണം അടിച്ചു മാറ്റിയതെന്ന് ഇപ്പോൾ അവിടെ ഇരിക്കുന്ന സ്വർണത്തിന്റെ മാറ്റ്, അത് എത്രത്തോളം സ്വർണമുണ്ട്, അടിച്ചു മാറ്റിയ സ്വർണം തന്നെയാണോ റിക്കവർ ചെയ്തത്, അത് ഒറിജിനൽ അല്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. യഥാർത്ഥത്തിലെ അവിടെയുള്ള സ്വർണം പൊതിഞ്ഞ പാളി അത് വിദേശത്തേക്ക് കടത്തിയിട്ടുണ്ടാവും. അതിനകത്ത് കോൺഗ്രസ് നേതാവിൻ്റെ ഒരു മൊഴി നമ്മൾ കണ്ടല്ലോ. അദ്ദേഹം പറഞ്ഞു, ഇത് ഒരാള് ഈ ഒരു സാധനം വിദേശത്ത് പോയി എന്ന് തൻ്റെ അടുത്ത് പറഞ്ഞെന്ന്, തനിക്ക് അത് ആവശ്യമുണ്ടെങ്കിൽ വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞതുകൂടി ആ വിവരം രമേശ് ചെന്നിത്തല SITയുടെ മുമ്പിൽ പറഞ്ഞു കഴിഞ്ഞു. തന്നോട് ആരാണ് ഈ വിവരം പറഞ്ഞതെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പേരും അഡ്രസ്സും കൊടുത്തു. ആ വിദേശ മലയാളി ആ വിവരം അദ്ദേഹത്തിൻ്റെ മൊഴി രേഖപ്പെടുത്തി കഴിഞ്ഞു. യഥാർത്ഥത്തില് ശബരിമലയിലെ സ്വർണ്ണ ഉരുപ്പടികള്, ആ സ്വർണ്ണ പാളികള് അതേപടി അവിടുന്ന് മോഷ്ടിക്കുകയാണ്. അത് വിദേശത്തേക്ക് പോവുകയാണ്. കോടിക്കണക്കിന് രൂപ വരും. അതിന് പകരം ഡ്യൂപ്ലിക്കേറ്റ് സാധനം ചെമ്പിൽ പൊതിഞ്ഞ്, അതുകൊണ്ടാണ് അവർ മഗസറില് ചെമ്പ് ആണ് എന്ന് പറയുന്നത്, സ്വർണം അവർ കാണത്തില്ല. അതേപടി ആ പാളി അങ്ങ് പോകുന്നതുകൊണ്ട് അതിന്റെ പണം പോക്കറ്റിൽ വരുന്നതുകൊണ്ടുമാണ് ആ രീതിയിൽ മഗസർ എഴുതുന്നതെന്ന് ഇപ്പം കൃത്യമായി. ഇപ്പോൾ 2 സുപ്രധാനമായ അറസ്റ്റ് വന്നിരിക്കുന്നു. ഇനി അതിനകത്ത് കൽപേഷിനെയും അതുപോലെ തന്നെ ഹൈദരാബാദിലെ നാഗേഷിന്റെ റോള്. കൽപേഷിനെ സംബന്ധിച്ചിടത്തോളം അയാള് ചെന്നൈയിലെ സൗകാർപേട്ടിലെ വീരപ്പൻ സ്ട്രീറ്റിലുള്ള കാളികുന്ത് ജുവലറി നടത്തുന്ന ആളാണ്. അയാളൊരു ജുവലറിക്കാരനാണ്. അയാളുടെ ഒരു പാർട്ട്ണറുണ്ട്. ഇയാൾ അവിടുത്തെ പണിയും ചെയ്യും. ആ ആളാണ് കൽപേഷ്. അപ്പൊ അയാൾ വളരെ ഉത്തരവാദിത്വമുള്ള ആളാണ്. കയ്യിലാണ് ഈ പാളികൾ ഒറിജിനൽ സുരക്ഷിതമായി ബാംഗ്ലൂർ എത്തിക്കാൻ കൊടുക്കുന്നത്. അപ്പൊ ഇതിനകത്ത് കള്ളക്കളികൾ ഇപ്പം SITക്ക് മനസ്സിലായിട്ടുണ്ട്. ഇനി ഇപ്പം റിക്കവർ ചെയ്തിരിക്കുന്ന സ്വർണങ്ങൾ അതൊക്കെ അതിന് പകരമുള്ള സ്വർണം തന്നെയാണ്. ഒറിജിനൽ സാധനം ഇന്ത്യ വിട്ടുപോയി എന്നാണ് ഞാൻ കരുതുന്നത്. അതിന് റിക്കവർ ചെയ്യാൻ സമയമെടുക്കും. അതിലേക്ക് നയിച്ച അവിടുന്ന് അതിന് ലഭിച്ച പണം എത്രത്തോളം വന്നു എന്ന് SIക്ക് കണ്ടെത്താൻ പറ്റും. അത് ആർക്കൊക്കെ വീതം വെച്ച് പോയി, എവിടൊക്കെ ചെന്നിരിക്കുന്നു എന്ന് ഇപ്പം നമുക്ക് മനസ്സിലാവും. ഇപ്പം തന്നെ ഒരാളെ കൂടെ അറസ്റ്റ് ചെയ്ത് 7 പേരായി. ഇനി അടുത്ത് ജയശ്രീയെ കൂടെ അറസ്റ്റ് ചെയ്യും. ഇനി ദേവസ്വം ബോർഡിലെ പ്രസിഡന്റ് മാത്രമല്ല കുറ്റക്കാർ, അതിന്റെ മെമ്പേഴ്സിനകത്തും തീർച്ചയായിട്ടും ഓരോ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരുടെ ഒപ്പമുള്ള 2 മെമ്പർമാരും പ്രതിയായേ പറ്റൂ. അവരിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങണം. കാരണം അവർക്കും ഇതിന്റെ ഷെയർ കിട്ടിയിട്ടുണ്ടാവും. കേരളത്തിലെ ആർക്കൊക്കെ ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർക്ക് ഇതിന്റെ ഷെയർ കിട്ടി എന്നുള്ള കാര്യം SIT കണ്ടെത്തണം. അത് ശബരിമലയിലെ ദേവസ്വം ബോർഡിലെ അത്യുന്നതങ്ങളിൽ വിചാരിക്കുന്ന ആളും ദേവസ്വം മന്ത്രിയുടെ അവിടെ മുതൽ താഴോട്ട് അവിടുത്തെ പൂജാരി കഴിഞ്ഞാൽ അവിടുത്തെ ചെറിയ പ്യൂണ് വരെ ഇതിന്റെ ഷെയർ, ഇതിന്റെ വിറ്റതിന്റെ പണം കൈപ്പറ്റിയെന്നാണ് ഞാൻ കരുതുന്നത്. ആ പണം എങ്ങനെ വന്നു? ബ്ലാക്ക് മണി ആയിട്ട് വന്നു, അതോ അത് ഇവരൊക്കെ എങ്ങനെ ക്യാഷ് ആയിട്ട് കൊടുത്തോ, ഇവർ അക്കൗണ്ടിൽ കൂടെ ആരെങ്കിലും കൊടുത്തോ, ആ പണം ഇവർ എവിടെയെങ്കിലും ലാൻഡിൽ ഇൻവെസ്റ്റ് ചെയ്തോ ഉണ്ടെങ്കിൽ അതെല്ലാം പിടിച്ചെടുത്തേ പറ്റുള്ളൂ. കാരണം കേസിന്റെ അന്വേഷണമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇവിടുന്ന് മോട്ടിച്ചെടുത്ത സാധനം വിറ്റ പൈസ ഇന്ന് ലാൻഡ് വാങ്ങിക്കുകയോ കെട്ടിടം പണിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ശബരിമല അയ്യപ്പന്റെ തന്നെയാണ്, യാതൊരു സംശയമില്ല. അത് പോലീസ് അറ്റാച്ച് ചെയ്ത് പിടിച്ചെടുക്കേണ്ടി വരും. ഇപ്പോൾ തന്നെ സുപ്രധാനമായ ഒരു നീക്കം തന്നെയാണ് നടത്തിയിരിക്കുന്നത്. ഇനിയും ഇതിനകത്ത് വലിയ വിശിഷ്ട വ്യക്തികൾ അറസ്റ്റിലേക്ക് വരും എന്നാണ് ഞാൻ കരുതുന്നത്.